നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടൊമാറ്റോ കറി ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ. അതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മെയിനായിട്ട് ആവശ്യമുള്ളത് ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ കറി കുറച്ചും കൂടി സ്വാദായിരിക്കും. ഇനി ആവശ്യമുള്ളത് സവാളയാണ്. സവാള എടുക്കുമ്പോൾ 3 ടൊമാറ്റോയ്ക്ക് ഒരു ചെറിയ സവാള, അതായത് വലുതാണെങ്കിൽ പകുതി എടുക്കാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഈ ഒരു അളവിന് ഇഞ്ചി, കരിവേപ്പിലയും ആവശ്യമായിട്ടുണ്ട്. ഇഞ്ചിയും സവാളയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ ഒന്ന് റഫായി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ടൊമാറ്റോ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇഞ്ചിയും സവാളയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് വളരെ കുറച്ച് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ സവാളയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് സവാളയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൊമാറ്റോ കറി പല രീതിയിൽ തയ്യാറാക്കാം. ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും അതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. അങ്ങനെ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണേ. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതായത് ഒരു 1/4 ടീസ്പൂണെക്കാട്ടിയും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ചെറുതാക്കില്ലേ, ഈ ഒരു വലുപ്പത്തിനായിരിക്കണം കട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി ടൊമാറ്റോ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ടൊമാറ്റോയിൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാനിതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. അതല്ല, കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതിയാകും. ടൊമാറ്റോ ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതിൽ ചേർത്ത എണ്ണയും സവാളയും ടൊമാറ്റോയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരു മാക്സിമം 5 മിനിറ്റ് ലിഡ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ടൊമാറ്റോ വേകുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് 250 ml കപ്പിൽ 3/4 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം വേണമെങ്കിൽ ചേർക്കാം, 1.5 കപ്പ് വരെ ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, അധികം ചേർക്കല്ലേ. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതിയാക്കും. 1 ടീസ്പൂൺ നല്ല ജീരകം, 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ ടൊമാറ്റോയും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യല്ലേ, മാക്സിമം ഒരു 5 മിനിറ്റ് തന്നെ മതിയാകും. അങ്ങനത്തെ ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവം മതിയാകും. ഇതുപോലെ വഴറ്റി നമ്മൾ ടൊമാറ്റോ കറി തയ്യാറാക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കണേ. കാരണം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് തിളച്ച് പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാകാനേ പാടുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. എടുത്ത വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അതുപോലെ തന്നെ മിക്സി കഴുകി 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പം വെള്ളത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ നാളികേരം ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കാനായിട്ടുള്ളത്. ഇനിയും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് തിളച്ച് പോകൽ, എന്നാലും ചെറുതായിട്ടൊന്ന് തിള വരണം. അതായത് നമ്മൾ ഇതിൽ ചേർത്ത അരപ്പുണ്ടല്ലോ, അരപ്പിൻ്റെ ഒരു പച്ച ചുവ നന്നായിട്ടൊന്ന് മാറണം. അത് ഈ ഒരു കറി മാത്രം മതി നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. ഈ ഒരു കറിയും പിന്നെ ഒരു മുഴുക്കുരട്ടിയോ മീൻ വറുത്തതോ പപ്പടമോ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഊണ് കഴിക്കാൻ പറ്റും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടൊമാറ്റോ കറി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ സമയം ഉപ്പ് നോക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോഴല്ലേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക.
ഒരു കറി നമുക്ക് വേറെ രീതിയിലും തയ്യാറാക്കാം. അതായത് ഇതുപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കാതെ ഡയറക്റ്റായിട്ട് സവാളയും അതുപോലെ തന്നെ ടൊമാറ്റോയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അരപ്പ് ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ ഉള്ളിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉള്ളിയുടെയൊക്കെ പച്ച ചുവ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ടൊമാറ്റോ എണ്ണയിലൊന്ന് വഴറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിളച്ച് പോകല്ലേ. അതുപോലെ തന്നെ നമ്മൾ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് പോകും. നമുക്ക് ലാസ്റ്റ് താളിച്ചും കൂടി ചേർക്കണം. അതിനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് താളിക്കാനായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കരിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 3 മുതൽ 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ താളിക്കുമ്പോൾ വറ്റൽമുളക് ലാസ്റ്റ് ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് തന്നെ മൂത്ത് പോകും. ഞാൻ ഓർക്കാതെ ആദ്യമേ തന്നെ വറ്റൽമുളക് ചേർത്തു. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. ഒന്നുകിൽ ഉലുവപ്പൊടി ഈ സമയം ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ 1/4 ടീസ്പൂൺ പച്ച ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു നുള്ള് കായപ്പൊടി കൂടിപ്പോരുത്. കായപ്പൊടി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫാക്കുക. ഈ ലാസ്റ്റ് ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി താളിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. തീരെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. നോക്കൂ, വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. നല്ല ചൂട് ചോറിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും. ഇത് രണ്ടും മാത്രം മതി കേട്ടോ നന്നായിട്ട് ഊണയിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്